ശ്രീ സതീഷ് ഗോപി, ഇനി എന്ത് എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശ്രീ കൃഷ്ണരാജ്, അങ്ങയോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിഴിഞ്ഞം തുറമുഖം കേരളം എന്നുള്ള സംസ്ഥാനത്തെ വച്ചൊരിക്കലും നമ്മൾ അസസ് ചെയ്യരുത്. ഭാരതത്തിൻ്റെ ഒരു മദർ പോർട്ടായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർഗോ, കണ്ടെയ്നർ കാർഗോ ഏത് വഴി പോകണം? വിഴിഞ്ഞം തുറമുഖം വഴി പോകണം. ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തേണ്ട കാർഗോ, കണ്ടെയ്നർ കാർഗോ ഏത് വഴി വരണം? വിഴിഞ്ഞം വഴി വരണം. കേരളത്തിൻ്റെ എന്നുള്ളൊരു പ്രസക്തിയില്ല, ഭാരതത്തിൻ്റെ എന്നുള്ളതാണ് പ്രസക്തി. ഭാരതത്തിൻ്റെ ആദ്യത്തെ മദർ പോർട്ട്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ബോംബെ എന്ന് പറയുന്ന പോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇപ്പം ഏതായിട്ട് മാറി എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞമായിട്ട് മാറി. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യയിലെ ഇൻഡസ്ട്രി എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നായിരുന്നാലും, കൽക്കട്ടയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നാലും, ഡൽഹിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നാലും, രാജസ്ഥാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചരക്കായിരുന്നാലും, ഇതെല്ലാം കണ്ടെയ്നർ വഴിക്ക് ചെറിയ തുറമുഖങ്ങൾ വഴി വിഴിഞ്ഞത്തെത്തും, അല്ലെങ്കിൽ റോഡ് മാർഗം. ശരി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ 90% വിദേശ വ്യാപാരവും നടക്കുന്നത് കടൽ മാർഗമാണ്. അത് വൈദേശികർ വരുന്ന വഴി മാത്രമല്ല, ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങൾ തമ്മിലും ഉപയോഗപ്പെടുത്തുന്നതിലാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ വിഴിഞ്ഞം ഭാരതത്തിൻ്റെ തുറമുഖമാണ്, അത് തുറന്നിടുകയാണ്. ഇനി പുറത്തേക്ക് വരട്ടെ, ഉൽപാദനം കൂടട്ടെ, സാധാരണക്കാരിലേക്ക് അതിൻ്റെ നേട്ടം എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.